ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. പരശുരാമസ്തുതി. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനുമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ. ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമാ രമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തെ. ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ. ശ്രീരാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനേ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ. നാഥൻ മാധവൻ പ്രസാദിച്ചു മത്പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കുലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാൻ തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തൻ നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പന്ത്യസന്തനസുതനല്ലോ നീ ജഗത്പതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി. നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂപം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസമൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവതല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായ രചിതമാം സംസാരപാരാവാരം തന്മറുകെ കരയേറിയിടുന്നിതു കാലം കൊണ്ടേ. തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാന പരന്മാരാ മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും.
സദ്ഗുരുവരങ്കൽ നിന്ന് അൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും ത്വത്പ്രസാദത്താൽ അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവച്ചിന്മയ പദത്തിലാഹന്തലയിച്ചിടും. ത്വത്ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വദ്ബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവാൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെക്കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും. മൃത്യു വന്നെടുക്കുമ്പോൾ ത്വത്പാദാംബുജ സ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കിയിടിനാൻ. അയോധ്യാവാസം. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയീ തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചത് കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോട് നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ ബാലകാണ്ഡം സമാപ്തം. അയോധ്യാകാണ്ഡം. താർമകൾ കൻപുള്ളതത്തേ വരികടോ താമസ ശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും വരും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നോട്ട് അയോധ്യാപുരി പൂക്കു. താതനോടും നിജമാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം ബുക്കു. വന്നിത് സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുത
കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവ ഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാതി നളിനശരഗുരു നാഥൻ നരസഹൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദിസ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസിന് മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരീ മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുകന്നരുളി ചെയ്തു. നാരദ സമാഗമം. എങ്കിലൊരു ദിനം ദാശരഥി രാമ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജ നാശനവന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നൊടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോലവിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ട് പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ഭാലദേശേലസൻ മാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭഗന്ധരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരതിൽ വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യ പൂർവകം ആദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. ശ്രീരാമനാരദ സംവാദം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സമ്പ്രദം നാനാവിഷയ സംഘം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ അവകാശം വന്നിതു പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനിയെന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ ഇത്തമാകർണ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനം ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി
സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവൻ ആദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആദിത്യയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാ മഹീസുതാ. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പത്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗത്പദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വമെന്നതെങ്കിൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതിസുഖ ദുഃഖാദികൾ ഉണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും. അല്ലാതനാദ്യ വിദ്യാഖ്യേ ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും. അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും. നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതിതൊക്കെ ഓർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. ത്വത്കഥ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വത്പാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വത്ബോധനും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വത്ഭക്ത ഭൃത്യന്മാരിലേകനം അല്പജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ. തൊണ്ണാഭിപങ്കജത്തിങ്കൽ നിന്നേകഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ
പിന്നെയും പിന്നെയും വീഴു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉത്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാന ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നിതു നീയും അനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നെന്നോട് സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടാകായിക അതുമൂലം. കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ട് ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ വത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ജപിക്കും, അതിനില്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ. ശ്രീരാമാഭിഷേക ആരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബത സംഭരിച്ചിടണം. രാമനോട് നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പംക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളിച്ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനും അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണം അലങ്കരിച്ചങ്കണെ. ദിവ്യനാനാതീർത്ഥവാരി പരിപൂർണമായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി. സ്വർണ കലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വായ്ക്കെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ
രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സത്കൃതന്മാര മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി.